നേര്യമംഗലത്ത് കാഞ്ഞിരവേലിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപത്തായാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. 16 ആനകളാണ് ജനവാസ മേഖലയിൽ എത്തിയത്. ദൃശ്യങ്ങൾ ആദ്യം. ജെയിനുണ്ട് വിവരങ്ങൾ നൽകാൻ. ജെയിൻ, ഇപ്പോഴും ആനക്കൂട്ടം ഈ പ്രദേശത്ത് തന്നെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാറിന്റെ മറുകരയിലാണ്. ആ കാണുന്നതാണ് കാഞ്ഞിരവേലിക്ക് പോകുന്ന വഴി. ആ ഭാഗത്തുകൂടി ഉള്ളതാണ് ഈ കാണുന്ന അത് വനപ്രദേശമാണ്. ആ വനപ്രദേശത്തിന്റെ ഉള്ളിലൂടെയാണ് കാഞ്ഞിരവേലിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിന്റെ ഏതാണ്ട് എതിർദിശയിലായിട്ടാണ് 16 കാട്ടാനകൾ അടങ്ങുന്ന ഒരു കൂട്ടം താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. പെരിയാറാണ് ഈ പ്രദേശത്തെ ഒരു പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്ത്, അതായത് ഈ തെളിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് ആനകൾ സാധാരണ വന്ന് വെള്ളം കുടിക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു പക്ഷേ അങ്ങോട്ടേക്ക് ആനകൾ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു ഭാഗത്ത് കൂടി കാട്ടാനകൾ വരുന്ന ഒരു സ്ഥലമാണ്. അതായത് കാഞ്ഞിരവേലിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ കാട്ടാനക്കൂട്ടം ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, അവിടെ നിന്ന് ഈ അപകടം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണം ഉണ്ടായ ഇന്ത്യൻ കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ ദൂരമുണ്ട്. അതായത് ആ വനപ്രദേശത്തിന് സമീപത്ത് തന്നെയാണ് കാട്ടാന കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതിന് സമീപത്തൊക്കെ ഒരു ഭാഗത്ത് ആൾതാമസമുള്ള ഒരു മേഖലയാണ്. അതായത് പുഴയുടെ ഇക്കരയിൽ ആൾതാമസമുണ്ട്. ഇപ്പോൾ ആന കടന്നു വരുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് വനപ്രദേശത്തുകൂടിയാണ്. നമുക്കറിയാം, ഒരു ആനത്താരകൾ ഉള്ള ഒരു പ്രദേശമാണ്. മലയാറ്റൂർ റിസർവിന്റെ ഭാഗമാണ്. അതിൻ്റെ ഉള്ളിലൂടെയാണ് ആന ജനവാസ മേഖലയ്ക്ക് സമീപത്തേക്ക് എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ പെരിയാറിലിറങ്ങി വെള്ളം കുടിച്ചിട്ട് മടങ്ങി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഏതായാലും ദേശീയപാതയോട് ചേർന്ന പ്രദേശത്ത് തന്നെയാണ് കാട്ടാനക്കൂട്ടം നിലവിലുള്ളത്. ഇതുവരെ നമുക്ക് പ്രകടമായി ജനവാസ മേഖലയ്ക്ക് സമീപത്തേക്ക് എത്തി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ കാഞ്ഞിരവേലിക്ക് സമീപത്ത് തന്നെയാണ്